എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം, അതിൻ്റെ അവസാന ഭാഗം. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. വസ്തി രാജ്ഞിക്ക് പകരം മറ്റൊരു രാജ്ഞിയെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ച രാജാവിന് മുമ്പിൽ അനേക കന്യകമാർ അണിനിരന്നു. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിയായിരുന്നു എസ്തേർ. ആ എസ്തേറിനെ പറ്റി പ്രതിപാദിച്ചിരുന്നത് ഇപ്രകാരമാണ്: എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. എന്തൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എസ്തേർ! പുറമേയുള്ള സൗന്ദര്യത്തെക്കാൾ അവളുടെ സ്വഭാവ മഹിമയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കേന്ദ്ര വിഷയം. ആർദ്ര സ്വഭാവത്തിന് ഉടമയായിരുന്ന എസ്തേർ മറ്റുള്ളവരുടെ പ്രീതിക്ക് പാത്രമാകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മെ കാണുന്നവർ പ്രീതിയോടെ നോക്കുന്നുണ്ടോ? അങ്ങനെ അഭിനയിക്കുന്ന ഒരു സ്വഭാവത്തിലല്ല നമ്മളായിരിക്കേണ്ടത്. നമ്മുടെ പുറമെയുള്ള സൗന്ദര്യത്തെക്കാൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും മനോഭാവത്തിലുമുള്ള എളിമത്വം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു അനുകമ്പ തോന്നും, പ്രീതി തോന്നും. അതുതന്നെയാണ് എസ്തേറിനെ കണ്ടപ്പോഴും ജനങ്ങൾക്ക് തോന്നിയത്.